Hi all, JEE Main Section 2 2025 99 പെർസെൻറ്റൈൽ സ്കോറിന് മുകളിൽ നേടിയിട്ടുള്ള യൂണിവേഴ്സിലെ സ്റ്റുഡൻസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവരൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഐഷാദിയ. 99.63% സെക്കൻഡ് വന്നത്. എൻ്റെ പേര് മുഹമ്മദ് ഷാമിൽ MT 99.31. എൻ്റെ പേര് നസൽ വി 99.29. എൻ്റെ പേര് ബിഷ്റുൽ ബദേ 99.14%. എൻ്റെ പേര് ആദം 99.74. അപ്പോൾ ഈ സ്റ്റുഡൻസിൽ മൂന്നാൾക്കാർ ഇവിടുത്തെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ, അതായത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ സ്റ്റുഡൻസ് ആണ്. മീൻസ് ഫസ്റ്റ് ചാൻസ് JEE മെയിൻസ് എഴുതിയ സ്റ്റുഡൻസ് ആണ്. ബാക്കി മൂന്നാൾക്കാർ റിപ്പീറ്റർ സ്റ്റുഡൻസ് ആണ്. എന്തായാലും നിങ്ങളൊരു UPS പഠന കാലഘട്ടം ഈ ഒരു JEE മെയിൻ എക്സാമിൽ നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ആയിഷ, ദിയൊക്കെ എന്താണ് അഭിപ്രായം? ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ വന്നത് JEE മെയിനിൽ സ്കോർ ചെയ്യാൻ സഹായിച്ചോ, അല്ലെങ്കിൽ നോർമൽ സ്കൂളിൽ പോകുന്നതിനേക്കാൾ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കിട്ടിയോ? നോർമൽ സ്കൂളിൽ പോകുന്നതിനേക്കാളും എക്സ്പോഷർ ഉണ്ടായിരുന്നു, ലൈക്ക് എങ്ങനെയാണ് എക്സാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ. എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ മുന്നേ തന്നെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ JEE മെയിൻ്റെ സെയിം ടൈപ്പ് ഓഫ് MCQസും ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാറുണ്ടായിരുന്നില്ലേ? പ്രീവിയസ് ഇയേഴ്സ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ, എന്താണ് ആദമിൻ്റെ ഒപ്പീനിയൻ? ഇവിടെ പബ്ലിക് സ്കൂളിൽ പഠിച്ചുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റി. അതേപോലെ ന്യൂമറിക്കൽസ് കുറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് സാധാരണ സ്കൂളിൽ പോകുന്നതിനോട് നല്ലത് ഈ പബ്ലിക് സ്കൂളിൽ പോയതുകൊണ്ട് നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ട്. യൂസ്ഫുൾ ആയി എന്നാണ് ആദം പറയുന്നത്. ഓക്കെ, എന്തായിരുന്നു ആദമിൻ്റെ സ്ട്രാറ്റജി? JEE മെയിൻ പാർട്ട് 2ൻ്റെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? ഞാൻ സെഷൻ 1ൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു, സോൾവ് ചെയ്തിരുന്നു. എല്ലാ ഷിഫ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. അഡീഷണലി പിന്നെ എന്തെങ്കിലും പിന്നെ വേറെ ഒന്നും ചെയ്തിട്ട് വീക്ക് ഏരിയയിൽ ഫോക്കസ് ചെയ്തിരുന്നോ? ഞാൻ മാത്സിൽ കോണിക്സ് ഒന്നും ഫസ്റ്റ് സെഷനിൽ നോക്കിയിട്ടില്ലായിരുന്നു. അത് ഇപ്രാവശ്യം കുറച്ച് കൂടുതലൊക്കെ ഒന്ന് നോക്കി. അതുകൊണ്ട് ഒരു മെച്ചം കിട്ടിയോ ഈ സെക്ഷനിൽ? ഞാൻ ഈ സെഷനിൽ കോണിക്സ് ആദ്യം ക്വസ്റ്റ്യൻ ചെയ്തില്ല, സമയം കിട്ടൂല എന്ന് കരുതിയിട്ട്. ഓക്കെ, ഏതാണ് ആദമിൻ്റെ സ്ട്രോങ് ഏരിയ, സ്ട്രോങ് സബ്ജക്റ്റ് ഏതാ? ഫിസിക്സ്. ഓക്കെ, ഇനിയിപ്പോൾ JEE അഡ്വാൻസിന് പോകുമ്പോൾ ഏത് സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? കെമിസ്ട്രി കുറച്ച് വീക്കാണ്. ഓക്കെ, ദിയുടെ കേസിൽ ഫിസിക്സ് തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. കെമിസ്ട്രിയാണ് കുറച്ച് വീക്കായിട്ട്. ഓക്കെ, സ്കോറിൻ്റെ ഇപ്പോൾ ഈ നടന്ന എക്സാമിൽ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഏത് സബ്ജക്റ്റിനാണ് കിട്ടിയത്? ഫിസിക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെയുള്ള റിപ്പീറ്റർ ബാച്ചിലത്തെ സ്റ്റുഡൻസിനോട് ചോദിക്കാം. അപ്പോൾ IIT ബാച്ചിലുള്ള മുഹമ്മദ് ഷാമിൽ MT നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഷാമിൽ, ഒരു റിപ്പീറ്റർ 1 ഇയർ സ്റ്റഡി എങ്ങനെയാണ് ഈ ഒരു JEE മെയിൻ സെക്ഷന് പ്രയോജനപ്പെട്ടത്? 1 ഇയർ സ്റ്റഡി എന്ന് പറയുമ്പോൾ അന്നന്ന് എടുക്കണം, അന്നു തന്നെ തീർക്കണം. അത് പിന്നീട് ബാക്ക്ലോഗ് ആക്കി വെച്ചാൽ ഒരിക്കലും ചെയ്ത് തീർക്കാൻ കഴിയില്ല. അത് ഞാൻ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അന്ന് എടുക്കുന്നത് തീർക്കാൻ. പിന്നെ ഇവിടെയുള്ള MCQ എക്സാംസ് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്നുപോലെ മിസ്സാക്കിയിട്ടില്ല. പിന്നെ ഡെയിലി ക്ലാസ്. എത്ര മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു എക്സാമിന് മുന്നേ? മോക്ക് ഏകദേശം ഒരു അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഞാൻ പറയാം, അത്യാവശ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മുഹമ്മദ് ഷാമിൽ ഇവിടുത്തെ ഒരു പബ്ലിക് സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം തന്നെ അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇപ്പോൾ ഒരു 1 ഇയർ ഡ്രോപ്പ് ചെയ്തിട്ട് JEEക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടിയത്? ഇപ്പോൾ ഒരു ഫ്രഷറിനേക്കാളും അത് ഡ്രോപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ എന്താണ് ഒരു അഡ്വാൻറ്റേജ് ഫീൽ ചെയ്തത്? കുറച്ചുകൂടി ക്ലാസ്സിലൊക്കെ ഒന്നുകൂടി എഫേർട്ട് എടുത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരെ ക്യാച്ച് ചെയ്യണേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് നേരത്തെ തന്നെ പരിചയപ്പെട്ടതിനോണ്ട് അതിലേക്ക് ഇറങ്ങി ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഹോസ്റ്റലിലാണോ സ്റ്റേ ചെയ്യുന്നത്? ഹോസ്റ്റലാണ് സ്റ്റേ ചെയ്യുന്നത്. ഹോസ്റ്റലിലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇതിനെ പ്രിപ്പറേഷന് സഹായിച്ചോ? വളരെയധികം. ഞാൻ അധികവും ലൈബ്രറി സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ടൈമിൽ ഞാൻ ഹോസ്റ്റലിലാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഒരു ആംബിയൻസും നോട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ആയതുകൊണ്ട് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്ത് ഹോസ്റ്റൽ തന്നെയായിരുന്നു. ഓക്കെ, എന്താണ് ബിഷ്റുൽ ബദീൻ എന്താണ് പറയാനുള്ളത്? ബിഷ്റുൽ ബദീൻ ഇവിടുത്തെ ഒരു IIT ബാച്ച് ഡ്രോപ്പർ സ്റ്റുഡൻ്റ് ആണ്. യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ സ്റ്റുഡൻറ് ആയിരുന്നില്ല. ഓക്കെ, പക്ഷെ ഇവിടെ പഠിച്ചിരുന്നു. ഏത് ബാച്ചിലായിരുന്നു?
SIT IIT. ഓക്കെ, മീൻസ് ട്യൂഷൻ ബാച്ച്. ഓക്കെ, റൈറ്റ്. ഏത് സ്കൂളിലാണ് പഠിച്ചിരുന്നത്? ഞാൻ ചെറുകുളമ്പ് IKTHS. IKTHS ചെറുകുളമ്പ്. ഓക്കെ. എന്താണ് ബിഷ്റുൽ ബദീൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഈ ഒരു വർഷം എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരുന്നു? ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തേക്ക് വരുമ്പോൾ സ്കൂളിലൊക്കെ ആ ഒരു വൈബിൽ അങ്ങനെ പോയതായിരുന്നു. ഇത്തവണ ഫുൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റി. പോരാനിട്ട് ഇവിടെ എല്ലാ ആഴ്ചയിലും ആവറേജ് എല്ലാ ആഴ്ചയിലും തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റി. പിന്നെ ഈ ബോർഡ് എക്സാം പോലെ ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ഇതൊന്നും ഇല്ല. ആ ഒരു മെച്ചുണ്ടായിരുന്നു. ഹോസ്റ്റൽ ലൈഫും ഒക്കെ. ഓക്കെ, ഇവിടെ ഹോസ്റ്റൽ തന്നെയായിരുന്നു. ഏത് ഹോസ്റ്റലായിരുന്നു? ഇവിടെ ജെനിത്ത് ഹോസ്റ്റൽ. ജെനിത്ത് ഹോസ്റ്റൽ. ഓക്കെ, നിങ്ങൾ രണ്ടാളും ജെനിത്ത് ഹോസ്റ്റലിലാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഹോസ്റ്റലിലാവുമ്പോൾ എങ്ങനെയായിരുന്നു എക്സാം സെൻറ്റർക്കൊക്കെ എങ്ങനെയാണ് പോയിരുന്നത്? ഹോസ്റ്റലിൽ നിന്നാണ് പോയിരുന്നത്. ഹോസ്റ്റലിൽ അതേ എക്സാമിൽ അതേ സെൻറ്ററിലുള്ള ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഒരുമിച്ച് തന്നെ പോയിരുന്നത്. അവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് അറേഞ്ച് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ. ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് മനസ്സിലുണ്ടോ? അതോ JEE അഡ്വാൻസിന് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് മീൻസ് റിസൾട്ട് വന്നതിന് ശേഷം തീരുമാനിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റിയിലാണ്? എന്താണ്? JEE അഡ്വാൻസിന് നോക്കുന്നുണ്ട്. ഇത് ഒരു സേഫ് ആയിട്ട്. ഏതെങ്കിലും മനസ്സിൽ താല്പര്യമുള്ള കുറച്ച് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഉണ്ടോ? എനിക്ക് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് ആഗ്രഹം. കമ്പ്യൂട്ടർ സയൻസ് ആണ്, കോഡിങ്ങിനോടൊക്കെയാണ് താല്പര്യം. ഈ കമ്പ്യൂട്ടർ സയൻസ് ഇപ്പോൾ നിലവിലിപ്പോൾ JEE മെയിൻ്റെ സ്കോർ വെച്ചിട്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ NITs താല്പര്യം ഉണ്ടോ? അല്ലെങ്കിൽ ഇല്ല, അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഓക്കെ, റൈറ്റ്. എന്താണ് ഷാമിലിൻ്റെ കേസിൽ? എന്താണ് ഏതെങ്കിലും പെർട്ടിക്കുലർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടോ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ടുണ്ടോ? ഞാൻ ബ്രാഞ്ചിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിനോട് താല്പര്യമുണ്ട്. പക്ഷേ IIT ആണ് ഇപ്പോൾ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അഡ്വാൻസ് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ഗോളിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഏത് NIT ചൂസ് ചെയ്യണം എന്നുള്ളത് ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇല്ല. ഓക്കെ, ഇപ്പോൾ NITസിൻ്റെ കേസ് ഇപ്പോൾ NIT കാലിക്കറ്റ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള തന്നെയാണ്. അത്യാവശ്യം നല്ല റാങ്കിങ് ഉള്ള ഒരു NIT ആണ്. സൂറത്ത് കല്ലുണ്ട്, NIT ട്രിച്ചി ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം റാങ്കിങ് ഉള്ള NITs തന്നെയാണ്. സൗത്ത് ഇന്ത്യയിലെ മീൻസ് അടുത്തുമാണ്. ഓക്കെ, ദിയുടെ കേസിൽ എന്താണ്? പ്രത്യേകിച്ച് ബ്രാഞ്ചൊന്നും പ്രിഫർ ചെയ്യണില്ല. ഗേൾസ് സാധാരണ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് കാണാറുള്ളത്. ഐഷദിയൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേക ബ്രാഞ്ച് അങ്ങനെ താല്പര്യമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മീൻസ് കിട്ടുന്നതനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയാണ്. ഓക്കെ, അടുത്ത് നെസലിന് എന്താണ് പറയാനുള്ളത്? നെസൽ ശരിക്കും പറഞ്ഞാൽ ഒരു കോർ എഞ്ചിനീയറിംഗ് ബാച്ചിലത്തെ സ്റ്റുഡൻ്റ് അല്ല, ഇവിടുത്തെ റിപ്പീറ്റർ മെഡിക്കൽ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, എന്തായിരുന്നു നെസലിൻ്റെ ഒരു സ്ട്രാറ്റജി പറയൂ? ഇവിടുത്തെ മൊഡ്യൂൾ തന്നെ ചെയ്തിരുന്നത് JEE മെയിൻസിന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ. നീറ്റിനാണെങ്കിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നത്. കെമിസ്ട്രി നല്ല, ഇനോർഗാനിക് ഒക്കെ NCERT നല്ല പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ്. മാത്തമാറ്റിക്സ് അറ്റംപ്റ്റ് ചെയ്തില്ല? മാത്തമാറ്റിക്സ് ഞാൻ 2-3 ചെയ്ത് ശരിയായിട്ട് അതിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ല. ഒരു ബോർഡ് എക്സാമിന് പഠിച്ച ആ ഒരു ഐഡിയ വെച്ചിട്ട് പബ്ലിക് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഓക്കെ, മെയിനായിട്ട് അപ്പോൾ ഫോക്കസ് ചെയ്ത് ഫിസിക്സും കെമിസ്ട്രി തന്നെയാണ്. ഫിസിക്സും കെമിസ്ട്രിയും നന്നായി സ്കോർ ചെയ്യാൻ പറ്റുമോ? അതിൽ കെമിസ്ട്രി നന്നായി സ്കോർ ചെയ്യാൻ പറ്റി. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ഇതിലോട്ട് വന്നത്. കെമിസ്ട്രിയുടെ സ്കോർ ഇക്കാരം കൂടുതലായിട്ട് ഇപ്പൊ മാത്സിന്റെ സ്കോർ ഇല്ലെങ്കിലും കെമിസ്ട്രിയുടെ സ്കോർ ഓവറോൾ സ്കോർ ഈ ഒരു ഇതിക്ക് വന്നത്. ഓക്കെ, സാധാരണ ഇപ്പൊ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഒന്നും ഈ JEE മെയിൻ എഴുതാറില്ല. എന്തായിരുന്നു നെസലിന്റെ ഇത് എഴുതാനുള്ള ഒരു മോട്ടീവ്? അത് ഇവിടുത്തെ കുട്ടികളെല്ലാരും JEE മെയിൻസ് എഴുതാൻ സാറ് ആദ്യം തന്നെ പറയാറുണ്ട്. കാരണം നീറ്റിന് മുമ്പുള്ള അതിന് തയ്യാറെടുക്കുന്നവർക്കും ഒന്നും കൂടി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഫേസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എക്സാം എൻവയറമെന്റ് എപ്പോഴും കിട്ടുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ 2 സെഷനും എഴുതാൻ പറ്റുന്ന എല്ലാവർക്കും എഴുതിപ്പിക്കാറുണ്ട്. ഇനിയിപ്പോ മെഡിക്കൽ ഒരു സീറ്റ് കിട്ടുകയായി, അതേപോലെ എഞ്ചിനീയറിംഗ് ഇപ്പോൾ NIT ഇപ്പൊ ഏകദേശം ചില NITs ഇപ്പോൾ കിട്ടും. അങ്ങനെ കിട്ടിയാൽ ഏതിന് പോകാനാണ് താല്പര്യം? മെഡിക്കലിന് പോകാനാണ് താല്പര്യം. എഞ്ചിനീയറിംഗ് ജസ്റ്റ് എക്സാം എഴുതിയെന്നുള്ളൂ, അല്ലാതെ താല്പര്യം ഇല്ല. കുറവൊന്നുമില്ല. ഏതായിരുന്നു നെസലിന്റെ സ്ട്രോങ് ഏരിയ? കെമിസ്ട്രി തന്നെയാണ്. കെമിസ്ട്രിയിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ഫിസിക്കൽ, ഓർഗാനിക് ആണ്. വീക്ക് ഏരിയ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല.
ഓക്കെ ഓക്കെ സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. റൈറ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ജെഇ മെയിൻ സെഷൻ 2 ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ നല്ല പെർസെൻറ്റേജ് സ്കോർ ചെയ്തു. ഓക്കെ, ഇനി എന്താണ് നിങ്ങളുടെ ജെഇ അഡ്വാൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? ആ 2 എക്സാമും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. മീൻസ് ആ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ആയാലും ടൈം മാനേജ്മെൻ്റ് ആയാലും ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ സ്ട്രാറ്റജി എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ജെഇ അഡ്വാൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പിന്നെ വീക്ക് ഏരിയസ് ഒന്നും കൂടെ നോക്കുക. വീക്ക് ഏരിയാസ് ഫോക്കസ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കുറേ എക്സാംസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഷാമിൽ മാക്സിമം വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണണം, അത് സോൾവ് ചെയ്യുകയും ചെയ്യണം. പിന്നെ വീക്ക് ഏരിയാസ് കവർ ചെയ്യാനുണ്ട്, ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതൊന്ന് തീർക്കണം. കെമിസ്ട്രിയിൽ കുറെ ഉണ്ടല്ലോ. പിന്നെ അതായത് ജെഇ മെയിൻ ഇല്ലാതെ ജെഇ അഡ്വാൻസിലുള്ള ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, അതായത് ജെഇ മെയിൻ ഇപ്പൊ ഈ നീറ്റിന് ഒഴിവാക്കിയ ആ ടോപ്പിക്സ് ജെഇ മെയിനും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ജെഇ അഡ്വാൻസ് സിലബസിൽ ഫുൾ ആ സിലബസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് അതിമേൽ ഫോക്കസ് ചെയ്യണം. റൈറ്റ്. പിന്നെ വെറൈറ്റി ക്വസ്റ്റ്യൻസ്, വെറൈറ്റി ക്വസ്റ്റ്യൻ ഏതെങ്കിലും പെർട്ടിക്കുലർ ബുക്ക് സോൾവ് ചെയ്യാൻ അങ്ങനെ ഉദ്ദേശം ഉണ്ടോ, അതോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണോ? മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഡി സി പാണ്ഡെ ഫിസിക്സ് അത് തീർക്കണം. കെമിസ്ട്രിക്ക് പിന്നെ NCERT തന്നെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണം. ഓക്കെ, മാത്തമാറ്റിക്സ് RD ശർമ്മ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, മാത്തമാറ്റിക്സ് അങ്ങനെ ഇവിടുത്തെ മൊഡ്യൂൾ തന്നെ നല്ല അത്യാവശ്യം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിയുടെ കേസിൽ എക്സാംസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാന്നുള്ളതൊക്കെ തന്നെ. സോൾവ് ചെയ്യാം. റൈറ്റ്. വേറെ എക്സ്ട്രാ ആയിട്ട് ഇതൊക്കെ തന്നെയാണ്. റൈറ്റ്, ഇത് മര്യാദക്ക് ചെയ്താൽ മതി. വിഷ്വൽ ബദീന്റെ കേസിൽ എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക, ഈ ഡിലീറ്റഡ് ടോപ്പിക്സ് ഒക്കെ നല്ലോണം പഠിക്കുക. ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് 5 ദിവസം കൂടുമ്പോൾ ഉണ്ടാവലുണ്ട്. അതിലെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുക. അങ്ങനെ. അപ്പോൾ ഈ ഒരു ജെഇ മെയിൻ സെക്ഷൻ 2ന്റെ നല്ലൊരു പെർസെൻറ്റേജ് നേടാനായതിൽ നിങ്ങൾ മെയിനായിട്ട് ആരോടൊക്കെയാണ് താങ്ക്ഫുൾ ആയിട്ടുള്ളത്? ദിയുടെ കേസിൽ ദിയ ഇവിടെ ഹോസ്റ്റലല്ലേ നിൽക്കുന്നത്? ഏത് ഹോസ്റ്റലിലാണ്? ഞാനിവിടെ ബീറ്റ ഹോസ്റ്റലിലാണ് ഉള്ളത്. അവിടുത്തെ ആ ഒരു എൻവയറമെന്റ് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. കുറെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ഹോസ്റ്റലിൽ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. സോ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ദിയുടെ സ്ഥലം എവിടെയാണ്? ഞാൻ താനൂര്. ഷാമിലിന്റെ കേസിൽ ഹോസ്റ്റലിൽ തന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഫാമിലി സപ്പോർട്ട്, ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ട്സ് ഉണ്ട്. പിന്നെ മെന്റർ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് എല്ലാം ചോദിച്ചറിയാറുണ്ട്. ഓക്കെ, വീട് എവിടെയാണ്? എൻ്റെ വീട് എടവണ്ണപ്പാറ. വിഷ്വലിന്റെ കേസിൽ ഹോസ്റ്റലിൽ തന്നെ ഷാമിലിനെ പോലുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളൊരു സ്റ്റഡി സർക്കിൾ ഉണ്ട് തോന്നൂല്ലേ? അവിടെ നല്ല ഇതാണ്. അപ്പൊ അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് പഠിക്കാറുള്ളത്. ഓക്കെ, ഫാമിലി റൈറ്റ്. ഓക്കെ, ഏഴ് സ്ഥലം എവിടെയാണ്? ആദന്റെ കേസിൽ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അങ്ങനെ കമ്പൈൻ സ്റ്റഡി ആണ്. ഓക്കെ, പരസ്പരം ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അങ്ങനെ ഉണ്ടോ? നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരു ഡിസ്കഷൻ ടൈപ്പ് ഒരു സ്ട്രാറ്റജിയാണ്. റൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പ് സ്കോറേഴ്സിൻ്റെ എക്സ്പീരിയൻസസ്. അപ്പോൾ എന്തായാലും ജെഇ മെയിൻ സെഷൻ 2 നല്ല സ്കോർ ചെയ്യാൻ പറ്റിയതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ജെഇ അഡ്വാൻസ് എക്സാമിനും നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ജെഇ അഡ്വാൻസ് എക്സാം എന്നാണ് May 18th. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് ഓഫ് ദ ലക്ക്.